ആധാറിൽ കുരുങ്ങി 1-ാം ക്ലാസ്സിലെ തലയെണ്ണൽ. സാങ്കേതിക തടസ്സം കാരണം വിദ്യാർത്ഥികൾക്ക് ആധാർ നമ്പർ ഹാജരാക്കാൻ സാധിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. 1-ാം ക്ലാസ്സിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ സമ്പൂർണ്ണ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യാൻ കൂടുതൽ സമയം അനുവദിക്കണമെന്നാണ് അധ്യാപക സംഘടനകളുടെ ആവശ്യം. കുട്ടികളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നമ്മൾ ആധാർ എടുക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ നിലവിലുള്ള ആധാറിലുള്ള പേരിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും. ബർത്ത് സർട്ടിഫിക്കറ്റായിട്ട് മിസ്മാച്ച് ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ആധാറിൽ വരുന്ന കറക്ഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ മാസീവായിട്ടുള്ള റിജക്ഷനാണ് ഇപ്പം വരുന്നത്. ഈ ഡൗൺലോഡ് ചെയ്യുന്ന ബർത്ത് സർട്ടിഫിക്കറ്റ് നമ്മൾ ആധാർ എടുക്കാൻ വേണ്ടിയിട്ട് ഈ UIDയുടെ ആധാർ സോഫ്റ്റ്വെയറിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അത് ഇൻസ്പെക്ഷൻ്റെ ഭാഗമായിട്ട് UIDയുടെ ഭാഗത്തുനിന്ന് ഒരു വെരിഫിക്കേഷൻ നടക്കുന്നുണ്ട്. പണ്ടൊക്കെ അത് മാനുവൽ വെരിഫിക്കേഷൻ ആയിരുന്നു. അതായത് കാണുന്ന ഡോക്യുമെൻ്റ് അവർ വിഷ്വലായിട്ട് കാണുന്നു, അത് അവർക്ക് അത് ഒറിജിനലാണ്, ജെന്യുവനാണ്, ടാമ്പേർഡ് അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് അപ്രൂവ് ചെയ്യലുണ്ടായിരുന്നു. ഇപ്പോഴങ്ങനെയല്ല, അത് ഡിജിറ്റൽ വെരിഫിക്കേഷനാണ്. അതായത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഏത് ഡോക്യുമെൻ്റ് ആയാലും അതിനകത്ത് QR കോഡ് ഉണ്ടെങ്കിൽ അത് ഡിജിറ്റൽ വെരിഫിക്കേഷൻ നടത്തും. എൻ്റെ ഓർമ്മയിൽ 4-5 മാസം മുമ്പൊക്കെ നമ്മളിത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെന്ന് വരുന്ന ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ഇപ്പോൾ അടുത്താണ് എനിക്ക് തോന്നുന്നു K-SMARTലെ സൈറ്റിൽ വന്ന ഒരു കാര്യമായിട്ടുള്ള ഒരു ടെക്നിക്കൽ അപ്ഡേഷൻ അല്ലെങ്കിൽ ആ ചേഞ്ച് ആയിരിക്കാം ഇതിന് കാരണം. സിനോജ് തോമസ് ചേരുന്നു നമുക്കൊപ്പം. ഗുഡ് ഈവനിങ് സിനോജ് തോമസ്. ആധാരമാക്കിയത് തലയെണ്ണലിനെ ബാധിക്കുകയാണോ? എങ്ങനെ ഇത് പരിഹരിക്കും? സുജയ പർവ്വതി, ഇന്ന് ടി സിദ്ദിഖ് MLA കോഴിക്കോട് വാർത്താ സമ്മേളനം നടത്തിയ ഘട്ടത്തിൽ പറഞ്ഞിരുന്നു 1-ാം ക്ലാസ്സിൽ ഇത്തവണ പ്രവേശനം നേടിയ കുട്ടികളുടെ കണക്ക് വിവരങ്ങൾ സർക്കാർ പുറത്തുവിട്ടിട്ടില്ല എന്ന് പറയുന്നു. അതിനുള്ള കാരണം ഇതുതന്നെയാണ്, ആധാർ നമ്പർ ലഭിക്കാത്തതാണ്. അതായത് പുതിയൊരു അധ്യയന വർഷം തുടങ്ങിക്കഴിഞ്ഞാൽ 6ാമത്തെ പ്രവൃത്തി ദിവസത്തിലെ കുട്ടികളുടെ എണ്ണം നോക്കിയാണ് ഡിവിഷൻ നിശ്ചയിക്കുന്നത്, അധ്യാപകരുടെ തസ്തിക നിശ്ചയിക്കുന്നത്. പക്ഷേ ഈ വർഷം ജൂൺ 2-ന് ക്ലാസ് ആരംഭിച്ചിട്ട് ഇതുവരെ കുട്ടികളുടെ എണ്ണം എടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതായത് 1-ാം ക്ലാസ്സിൽ ഇത്തവണ ചേർന്ന ഭൂരിഭാഗം കുട്ടികൾക്കും ആധാർ നമ്പർ ലഭിച്ചിട്ടില്ല. അതായത് ആധാർ നമ്പർ ലഭിക്കാൻ വേണ്ടി അപേക്ഷ കൊടുക്കുന്ന ഘട്ടത്തിൽ നൽകുന്ന ജനന സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് K-SMARTൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ജനന സർട്ടിഫിക്കറ്റ് ആണ്. ആ ജനന സർട്ടിഫിക്കറ്റിലുള്ള QR കോഡ് സ്കാൻ ചെയ്താൽ, നമ്മൾ തന്നെ മൊബൈൽ ഫോണിൽ സ്കാൻ ചെയ്താൽ തന്നെ ലഭിക്കുന്നത് K-SMARTൻ്റെ ലിങ്കാണ്. ആ ലിങ്കിൽ കയറി വീണ്ടും മാനുവലായിട്ട് വിവരങ്ങൾ ടൈപ്പ് ചെയ്ത് നൽകിയാൽ മാത്രമേ ആ സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആധാറിന് വേണ്ടി ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്ന ജനന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആധാറിൻ്റെ സോഫ്റ്റ്വെയർ ഇത് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് സ്കാൻ ചെയ്യുന്ന സമയത്ത് ലിങ്ക് ലഭിക്കുന്നു, പകരം ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ QR കോഡ് എറർ ആണെന്ന സന്ദേശം നൽകിക്കൊണ്ടാണ് ആധാറിനുള്ള ആപ്ലിക്കേഷൻ തള്ളിക്കളയുന്നത്. അതുകൊണ്ട് 1-ാം ക്ലാസ്സിലെ ഭൂരിഭാഗം കുട്ടികൾക്കും ആധാർ നമ്പർ ലഭിക്കാത്തത് കൊണ്ടാണ് ഈ സമ്പൂർണ്ണ സോഫ്റ്റ്വെയറിൽ ഇത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കാതെ പോകുന്നത്. അതുകൊണ്ട് തന്നെ അധ്യാപക സംഘടനകളാകെ തന്നെ പ്രതിസന്ധിയിലാണ്. നിലവിൽ ആധാർ നമ്പർ ലഭിച്ച കുട്ടികളുടെ മാത്രം എണ്ണം എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ഡിവിഷനുകൾ കുറയും, അധ്യാപകരുടെ ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികൾക്കും ആധാർ നമ്പർ ലഭിച്ച ശേഷം മാത്രം 1-ാം ക്ലാസ്സിലെ തലയെണ്ണാൽ മതി എന്ന നിലപാടിലാണ് അധ്യാപക സംഘടനകളുള്ളത്. സുജയ. ഓക്കെ, സിനോജ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്. ആധാറിൽ കുരുങ്ങി 1-ാം ക്ലാസ്സിലെ തലയെണ്ണൽ.